എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മളെ കരുതി നടത്തി പരിപാലിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാനായിട്ട് ദൈവം വലിയ ഭാഗ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവവചനത്തിനായിട്ടൊരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, കർത്താവ് പറഞ്ഞല്ലോ, മുന്നേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ആഗ്രഹമാണ് വചനത്തിന് മുമ്പ് നമ്മൾ ഇരിക്കുന്നത്, വചനം വായിക്കുന്നത്. അതോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നൽകി തരാമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്വമാണ്. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുവിൽ ഉവ്വ് എന്നും ആമേൻ എന്നുമാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കണം. ദൈവം നമുക്ക് ഒരിക്കലും ദോഷം ചെയ്യുന്നവനല്ല. ദൈവം സ്നേഹമാകുന്നു. ദൈവം കരുണയും കൃപയും മനസ്സിലുള്ള ദൈവമാണ്. നമ്മളെ കരുതി നടത്തി പരിപാലിക്കുന്നവനാണ്. വീഴാൻ നമ്മളെ സൂക്ഷിക്കുന്നവനാണ്. വഴിയിൽ ഉപേക്ഷിച്ച് കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. ആ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോഴാണ് കർത്താവിന്റെ സ്നേഹം എന്നാണ് നമ്മൾ അറിയുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം ആദാമ്യ പാപപ്രകൃതത്താൽ മലിനമാക്കപ്പെട്ട മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സ്നേഹമാണ്. ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം അത് എത്രമാത്രം ആഴത്തിലുള്ളതാണ്, അത് എത്രമാത്രം ഹൃദ്യമാണ്, അത് എത്രമാത്രം ഊഷ്മളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നമ്മളിലുള്ള സ്നേഹം അത് കുറവുകളുള്ളതാണ്, പരിധിയുള്ളതാണ്, പരാതി പറയുന്നതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് മനസ്സ് പുതുക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഓരോ വ്യക്തിയിൽ നടക്കുന്നത്. കർത്താവ്, നിന്റെ സ്നേഹത്താൽ, നിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ എന്നൊരു വ്യക്തി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹത്താൽ നമ്മളെ നിറയ്ക്കും. റോമലേഖനം 5:5 അത് പറയുന്നു. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമാണത്. ഒരു അഭിഷേക തൈലം പോലെ ദൈവം നമ്മളിലേക്ക് പകരുകയാണ്. ഈ അഭിഷേകം നമ്മളിൽ വന്നാലുള്ള പ്രത്യേകത എന്ന് പറയും, നമ്മൾ ആള് മാറുവിനെ പോലെ മാറും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കയ്പും പകയും വെറുപ്പും നിർജീവത്വവും നിർവികാരതയും അതുപോലെ എല്ലാ ആഡമിക് നേച്ചറുകളെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോയിട്ട് യേശുവിന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപമായി തീരും. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ബന്ധങ്ങളിലും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെയാണ് വലിയ മാറ്റങ്ങൾ വരുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ വലിയ മാറ്റം വരാനായിട്ട് തുടങ്ങും. കാരണം ഈ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ നിറയുമ്പോൾ ക്ഷമിക്കാൻ പറ്റും, മറക്കാൻ പറ്റും, പൊറുക്കാൻ പറ്റും, കുറവുകളോടെ സ്നേഹിക്കാൻ പറ്റും. എന്റെ ദൈവം എന്നെ കൈവിടാത്തവനാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളൊരു വലിയ ബോധ്യമൊക്കെ ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ നിർത്തുന്നത്. മനുഷ്യരിലൊക്കെ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്റെ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും തിരിച്ചറിയുന്ന ഒരു വ്യക്തി നമ്മുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാൻ തുടങ്ങും. ദൈവത്തോട് അറിയിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ അകത്തുള്ള എല്ലാ ഭാരങ്ങളും അങ്ങ് മാറിയിട്ട് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ക്രിസ്തുയേശുവിൽ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. എന്തോ സംഭവിക്കാൻ പോകുന്ന ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ ആ ഭാരങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ കർത്താവിന്റെ സമാധാന കർത്താവ് നമ്മളിലേക്ക് പകരുന്നത്. അത് നമ്മളെ സ്വസ്ഥതയുള്ള സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു അനുഭവത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് ദൈവഹൃദയത്തിൽ ആഗ്രഹം. അതുകൊണ്ട് ദൈവജനം പറയുന്നത് അവന്റെ സ്വസ്ഥതയിലേക്കാണ് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് സ്വസ്ഥതയുള്ളൊരു ജീവിതമാണ്, സമാധാനമുള്ളൊരു ജീവിതമാണ്, സന്തോഷവും പ്രത്യാശയുള്ളൊരു ജീവിതമാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, റോമാലേഖനം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. എന്തെങ്കിലും കുറേ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷമല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. അതൊക്കെ ഉപയോഗത്തിൽ നശിച്ചു പോകുന്ന സന്തോഷമാണ്, അല്ലെ? എന്ത് കിട്ടിയാലും ആ സമയത്ത് ഒരു സന്തോഷമാണ്, അത് മാനസികമായിട്ടുള്ള സന്തോഷമാണ്, അത് ഉപയോഗത്തിൽ നശിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവരാജ്യത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് ധാന്യം വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ വലിയ സന്തോഷം. അതുകൊണ്ടാണ് വചനം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെന്തുവാ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഇതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. കണ്ടോ? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഇതൊരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവിക സ്വസ്ഥതയിലാണ് ആയിരിക്കുന്നത്. എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്.
ദൈവം അറിയാതെ ഒരു ഒരു മുടി പോലും താഴെ വീഴത്തില്ല. എന്റെ തലയിൽ ഓരോ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഓരോ സമയങ്ങളിൽ. ഒരു നായ പോലും ഓരിയിടത്തില്ല എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കാതെ ഒരു നായ പോലും കുരയ്ക്കത്തില്ല. അപ്പോൾ സകലത്തെ നിയന്ത്രിക്കുന്നവനാണ് ദൈവം. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിയെ സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് നയിക്കും. കാരണം സ്വസ്ഥതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോട് ചേർന്ന് നടക്കാൻ പറ്റത്തുള്ളൂ. സ്വസ്ഥതയില്ലെങ്കിൽ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടുപോയി. സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. പലതിനെ ചൊല്ലി അല്ലെ, ലാസറിന്റെ വീട്ടിൽ വന്നപ്പോൾ ലാസറിന്റെ സഹോദരിമാർ രണ്ടുപേരുണ്ടായിരുന്നു, മാർത്തയും മറിയയും. അവിടെ പറയുന്നുണ്ട്, മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവന്റെ വചനം കേട്ടു. പറയാണ്, അത് അവളിൽ നിന്നും ആരും അപഹരിക്കുകയില്ല. കേട്ടോ, ഇതൊക്കെ പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മളും ഈ ഒരു അനുഭവത്തിലേക്ക് കയറി വരണം. ദൈവഹിതത്തിനോടൊത്തോണം ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് നടക്കുന്ന വ്യക്തികളായി, കുടുംബങ്ങളായി നമ്മൾ മാറണം. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ഒരുക്കിയെടുക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത നമ്മൾ എപ്പോഴും പറയുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ കേട്ടിരുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയെ കുറിച്ച്. എന്നാൽ ഇന്ന് കുറച്ച് സമയം നമ്മൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് വന്നു. അത് മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ദൈവം തന്നെ ജഡധാരിയായി, പാപമില്ലാത്തവനായി ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വന്നത് ഏകന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപത്തിൽ ആയിപ്പോയതുകൊണ്ടാണ്. ദൈവവചനം പറയുന്നു, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ പാപം ചെയ്തപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്നു. അവിടെ ഒരു പഴം ഉണ്ടായിരുന്നു, അത് പറിച്ചു തിന്നരുതെന്ന് പറഞ്ഞു, അതവര് പറിച്ചു തിന്നു. അവർ മരിക്കുമെന്ന് പറഞ്ഞ് മരിച്ചൊന്നുമില്ല. അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, പിന്നെ അവർ കുറെ കാലം ജീവിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, അങ്ങനെയൊന്നുമല്ല. ദൈവിക പദ്ധതികളെ പൂർണ്ണമായിട്ട് തകിടം മറിക്കുന്ന ഒന്നാണ് അവിടെ സംഭവിച്ചത്. ദൈവം എന്തുദ്ദേശത്തോടു കൂടി തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിച്ചോ, ആ ഉദ്ദേശത്തെ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഒരൊറ്റ അനുസരണക്കേട്. ദൈവ തേജസ് ഉണ്ടായിരുന്ന മനുഷ്യൻ വിരൂപനായി തീർന്നു. ദൈവ തേജസ് നഷ്ടപ്പെട്ടു, ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു, ദൈവ മഹത്വം നഷ്ടപ്പെട്ടു. ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ ഇരുട്ടിലായി. അതുകൊണ്ട് വചനം പറയുന്നത്, അന്ധകാരത്തിൽ നിന്നല്ലയോ നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കുന്നത്. ഇരുട്ടിലായി പോയി. ഇരുട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എവിടേക്ക് പോകുന്ന അറിയില്ല, എന്ത് ചെയ്യുന്നു എന്നറിയത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മാനവരാശി മുഴുവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ അവന്റേതായ രീതിയിൽ കുറെ കർമ്മങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന് മനുഷ്യനോട് തോന്നിയ ആ സ്നേഹത്തിന്റെ പ്രദർശനമാണ് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണ്, ദൈവ സ്നേഹമാണ്. ഈ സ്നേഹം എന്താണെന്ന് മനുഷ്യനെ അറിയിക്കുവാനായിട്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചു. ഒരു പാപമില്ലാത്തവനായി കന്യ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നുള്ളത് യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചെഴുതിയിരുന്ന പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. വളരെ ചെറിയൊരു ജീവിതം. അതിനാണ് പറയുന്നത്, നീതിയുള്ള മുളയായവനെ ഞാൻ ഉയർത്തും. നീതിയുള്ള മുള എന്ന് പറഞ്ഞാൽ, മുള നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ അറിയാം മുള. ഈ മുള എന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് മുളച്ചങ്ങ് വരും, പെട്ടെന്ന് വളരും. യേശുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 33.5 വർഷമുള്ളത്. 30 വർഷം ഒരു സാധാരണക്കാരനായിട്ട് യേശു ജീവിച്ചത്. എന്നാൽ ആ 30 വർഷവും ദൈവഹൃദയത്തിൽ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിയ പുത്രൻ തന്റെ ജീവിതം കൊണ്ട് പിതാവിനെ പ്രസാദിപ്പിച്ചു. ഇതാണ് നമ്മൾ യേശുവിന്റെ ജീവിതത്തിൽ കാണേണ്ടത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കേണ്ട ആദവും ഹവ്വയും
ദൈവം കൊടുത്ത കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ, നരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് പോകുവാനായിട്ട് മാനവരാശി മുഴുവൻ പാപത്തിലായി തീരുവാൻ ഇടയായപ്പോൾ, ദൈവഹൃദയത്തിൽ ആഗ്രഹം എന്താണെന്ന് മാനവരാശിയെ കാണിക്കുവാനും ഒപ്പം തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിച്ച് ദൈവനീതി നിവൃത്തിയാക്കുവാനും ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇതാ പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ പറയാം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെടുത്തി തന്നത് പുത്രനായ യേശു ക്രിസ്തുവാണ്. തന്റെ 30 വർഷത്തെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തില്ല, ഒരു അടയാളവും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഒരു തച്ചന്റെ മകനായി ജീവിച്ച് നിന്നയിൽ കൂടി പരിഹാസത്തിൽ കൂടി ഒക്കെ കടന്നുപോയപ്പോഴും പിതാവിന്റെ പ്രസാദം എന്താണോ അത് ചെയ്തു. അതുകൊണ്ടാ യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനമേറ്റപ്പോൾ സ്വർഗം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കണ്ടോ, ഇവൻ എന്റെ പ്രിയപുത്രൻ. ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല അങ്ങനെ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ സ്വരം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലോട്ട് കയറണം. കാരണം നമ്മൾ ഓരോരുത്തരും കുറിച്ച് ഇതേ സ്വരം കേൾക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൾ എന്റെ പ്രിയപുത്രി എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക്. ക്രിസ്തുവിൽ ആണും പെണ്ണുമില്ല, ഈ ഭൂമിയിലാണ് ഇതൊക്കെ ഉള്ളത്. യേശു കർത്താവ് പറയുന്നുണ്ടല്ലോ, അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, അവർ ദൂതന്മാരെ പോലെ ആയിത്തീരുന്നു. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അതൊക്കെയുള്ളത്. അപ്പോൾ യേശു കർത്താവ് ഇവിടെ വന്നു, 30 വർഷം ജീവിച്ചു, സ്വർഗം പ്രസാദിച്ചു, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു. തുടർന്നുള്ള 3.5 വർഷക്കാലം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. അതിലെല്ലാം ഉപരിയായി ഏകന്റെ അനുസരണക്കേടിനാൽ പിശാചിന് അധികാരം ലഭിച്ചപ്പോൾ, പിശാച് അധികാരത്തിൽ രോഗത്തിലും ശാപത്തിലും മരണത്തിലുമൊക്കെ ആയിരുന്ന മനുഷ്യരെ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ അത്യന്ത ശക്തി വെളിപ്പെടുത്തിയിട്ട് പിശാച് അടിമപ്പെടുത്തിയിരുന്ന എല്ലാവരെയും അതിന് വിളിക്കുക. അതാണ് കർത്താവിന്റെ യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, ബദ്ധന്മാരെ വിടുവിക്കുക, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതർക്ക് ആശ്വാസം. ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഈ പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ആത്മീയ അന്ധത പിടിച്ചു, ഒപ്പം തന്നെ ശാരീരികമായിട്ടുള്ള അന്ധത പിടിച്ച മനുഷ്യരുണ്ട്, രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്, ഭൂതബാധിതരുണ്ടായിരുന്നു. അവരെല്ലാവരെയും കർത്താവ് പിടിക്കുന്നതാണ്. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാന വാക്യം എങ്ങനെയാ പറയുന്നത്? യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളെയും കുറിച്ച് വർണ്ണിച്ചാൽ അത് ഈ ലോകത്തിലുള്ള പുസ്തകത്തിൽ മുഴുവൻ എഴുതിയാലും തീരത്തില്ല. എന്തുമാത്രം അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്തിട്ടുണ്ടാവും. യേശു വേറെ ഒരു സ്ഥലത്തോട്ട് പോയിട്ടില്ല. അവൻ തൊട്ടവരും ഈ 3.5 വർഷക്കാലം പിശാചിന്റെ എല്ലാ അധികാരങ്ങളെയും യേശു കർത്താവ് നീക്കം ചെയ്യാനും. നമ്മളെല്ലാവരും ചിന്തിച്ചിരിക്കുന്ന യേശു ക്രൂശിലാണ് പിശാചിനെ ജയിച്ചത്. അല്ല, ക്രൂശിലല്ല യേശു പിശാചിനെ ജയിച്ചത്. യേശു ഈ ഭൂമിയിലെ ജീവിതത്തിലാണ് പിശാചിനെ ജയിച്ചത്, തന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് വചനം പറയുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ ജയമല്ല, ജയത്തിന്റെ ഉത്സവമാണ് നടക്കുന്നത്. അതുകൊണ്ടുണ്ട് ഈ ഫുട്ബോൾ ടീമുകളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അവര് നാട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ വലിയ ഇതുണ്ടാവത്തില്ലേ, അവരാദരിക്കുന്ന വലിയ സംഭവങ്ങൾ നമുക്ക് കാണാം, ആ ദേശം മുഴുവൻ വന്നിട്ട്. ഇതുപോലെ ക്രൂശിലുണ്ടായത് പിശാചിനെ ജയിച്ച ജയത്തിന്റെ ഉത്സവമാണ്. എല്ലാവരും നോക്കുമ്പോൾ ക്രൂശിൽ പെടഞ്ഞു മരിക്കുന്ന യേശുവിനെയാണ് കാണുന്നതെങ്കിൽ, എല്ലാവരും നോക്കുമ്പോൾ നിന്നയും പരിഹാസവും ഏറ്റ് 3 ആണികളിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശുവിനെയാണ് കാണുന്നെങ്കിൽ, അവിടെ സംഭവിക്കുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിനെയാണ്. പിശാചിന്റെ കയ്യിലായിരുന്നു പാപത്താൽ പിശാചിന് ലഭിച്ച എല്ലാ അധികാരങ്ങളെയും യേശു കർത്താവ് അവനിൽ നിന്നും വാങ്ങിയെടുത്തു. കാരണം ദൈവം നീതിക്കൊത്തവണ്ണം കാര്യങ്ങളെ ചെയ്തിട്ടാണ് അത് വാങ്ങിയെടുക്കുന്നത്. കാരണം ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ദൈവം നീതിക്കൊത്തവണ്ണം എന്തൊക്കെ ചെയ്യണമായിരുന്നു അതെല്ലാം പുത്രനായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചിട്ടാണ് പിശാചിനെ എന്ത് ചെയ്യുന്നത്?
അവനെ എല്ലാ ആയുധവർഗങ്ങളും വെപ്പിക്കും. ഇന്ന് പിശാചിന് ആയുധമല്ല ഉള്ളത്, പിശാച് തന്ത്രങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പിശാച് തന്ത്രങ്ങളിൽ കൂടിയാണ് പലരെയും എന്ത് ചെയ്യുന്നത്, അടിമപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ഭയം, നിരാശ, ദുഃഖം, ഭീതി, ഉത്കണ്ഠ, ഇതൊക്കെ കൊണ്ടുവന്ന് അവൻ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഭയത്തിന് ദണ്ഡനമുണ്ട്, അത് ദണ്ഡിപ്പിക്കും ഒരു വ്യക്തിയെ. ആ ദണ്ഡന ആ വ്യക്തിയെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിൽ നിന്നും അകറ്റിക്കളയും. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 10:18 പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, യാതൊന്നും ഒരിക്കലും നിനക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. കേട്ടോ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു, എനിക്ക് ലഭിച്ചിരിക്കുന്നു, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ അധികാരത്തെ ദൈവം തന്റെ മക്കളിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. നല്ല നേറിയ പങ്കാൾ ഭയത്തിലായിരിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ തിരിച്ചറിയണം. യേശു കർത്താവ് മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ ജീവനെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നൽകി തന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യം അത്. എന്നാൽ ഈ ജീവിതയാത്രയിലാണ് നമ്മൾ ഈ യേശുവിനെ അറിയുന്നത്. വ്യർത്ഥമായ പിതൃ പാരമ്പര്യങ്ങളിലും ജാതി ആചാരങ്ങളിലും വിഗ്രഹാരാധനയിലും മതത്തിന്റെ ബന്ധനങ്ങളിലും ചട്ടക്കൂടുകളിലൊക്കെ നടന്നിരുന്ന നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു. നഥനയിലോട് നഥനയേൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അവിടെ യേശു പറയുന്നൊരു കാര്യം, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. കർത്താവ് നമ്മളെ എത്രയോ മുൻപേ കണ്ടു. ഈ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാനുള്ള വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകി. എന്റെ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ, അത് അനുസരിപ്പാൻ, ഈ കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാൻ, ഒരു വീണ്ടും ജനനം പ്രാപിക്കുവാൻ, ദൈവരാജ്യത്തിലാകുവാൻ, നിത്യതയുടെ വെളിപ്പാട് ലഭിക്കുവാൻ, മരണത്തിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ച് നിത്യജീവൻ നൽകിയ ആ ഒരു തിരിച്ചറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ അവന്റെ ജീവനെ നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? നോക്കൂ, സർവ്വ പ്രപഞ്ചത്തെക്കാട്ടിലും മൂല്യമുണ്ട് ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത്. ഇത് ദൈവത്തിന്റെ ജീവനാണ് നമ്മളിലുള്ളത്. അത് നിത്യജീവനാണ് ദൈവം നമുക്ക് നൽകിയിരുന്നത്. നഷ്ടപ്പെട്ടു പോയത് പാപത്താൽ ആ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിലും ആ ദൈവത്തെ അറിയാതെ പോകുന്ന ഓരോ വ്യക്തികൾ പോകുന്നത് നിത്യമായ നരകത്തിലേക്കാണ്. മരണമില്ല, ആത്മാവിന് മരണമില്ല. മനസ്സിലായോ? അപ്പോൾ യേശുവിനെ നമ്മൾ ഒരു വ്യക്തി അറിയുമ്പോൾ ആ യേശുവിനായിട്ട് ജീവിതത്തെ സമർപ്പിക്കുകയാണ്. നിത്യ നരകത്തിൽ നിന്ന് എന്നെ വിടുവിച്ച കർത്താവിന്റെ സ്നേഹത്തെ ഒരു വ്യക്തി അറിയുമ്പോൾ, ഇനി ഞാൻ എന്റേതായിട്ടുള്ള വഴികളിലല്ല കർത്താവെ, ഞാൻ എന്റെ ജീവിതം നിനക്കായിട്ട് സമർപ്പിക്കുന്നു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് ഇറങ്ങി വന്ന കർത്താവെ, അങ്ങയുടെ സ്നേഹത്തെ ഞാൻ ഇതുവരെ തള്ളിക്കളഞ്ഞു. ഈ ലോകത്തിന്റെ നൈമിഷികമായിട്ടുള്ള സുഖങ്ങളിലേക്കും മോഹങ്ങളിലേക്കും എന്റെ മനസ്സ് വശീകരിക്കപ്പെട്ടു. നിന്നേക്കാൾ അധികം ഞാൻ മറ്റു പലതിനെ സ്നേഹിച്ചു. ഞാൻ നിന്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ കർത്താവ്, നീ എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്നല്ലോ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി അങ്ങ് പ്രകാശിപ്പിച്ചല്ലോ. ഇനിയുള്ള എന്റെ ജീവിതം കർത്താവെ നിനക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഇവിടെയാണ് ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നത്. അതിന് പറഞ്ഞ, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മളുടെ പണത്തിനോ പഠിപ്പിനോ നമ്മുടെ വസ്തുവകകൾക്കോ കുടുംബ മഹത്വത്തിനോ അല്ലെങ്കിൽ പേരിനോ ഒന്നുകൊണ്ടും നമുക്ക് ഈ നിത്യജീവൻ പ്രാപിക്കാൻ പറ്റത്തില്ല. വചനം പറയുന്നുണ്ട്, നിന്റെ വെള്ളിക്കും പൊന്നിനും, അതാണല്ലോ ഏറ്റവും മൂല്യമുള്ളത്, ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ അതിൽ നിന്നും വിടുവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞു, നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. അതെല്ലാം തീയിൽ ചുട്ടഴിഞ്ഞു പോകാനുള്ളതാണ്. ഈ കാണുന്ന എല്ലാം തീയിൽ ചുട്ടഴിയാനുള്ളതാണ്. അതിന്റെ പിന്നാലെ ആളുകൾ ഏറി പങ്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാ? നിർമ്മലവും നിർദോഷിയുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. ആ വിലയേറിയ രക്തം എന്ന് പറയുന്നതിന് നമ്മുടെ ബുദ്ധിയിലൊന്നും അതിന്റെ വില മനസ്സിലാകത്തില്ല. എന്നാൽ ആത്മാവിൽ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ പിന്നെ അവിടെ ഒന്നും പറയാനില്ല. കർത്താവെ, ഞാൻ എന്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു.
നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തൂങ്ങപ്പെട്ട യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ പാപക്കറകളെല്ലാം കഴുകിക്കളയാണ്. ദൈവം നോക്കുമ്പോൾ വചനം എങ്ങനെ പറയുന്ന റോമാലേഖനത്തിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി. നിങ്ങളുടെ പാപമത്രേ, നിങ്ങളുടെ അകൃത്യമത്രേ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയത്. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി ലഭിക്കത്തില്ല. നിന്റെ പുണ്യപ്രവൃത്തികൾ കറപുരണ്ട വസ്ത്രം പോലെയാണ്. എന്നാൽ ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ മൂന്നാണികളിൽ തൂങ്ങപ്പെട്ട ഈ യേശുവിനെ, അതുകൊണ്ട് പറയുന്നത് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകി തന്നു. ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ദൈവപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിനു വേണ്ടി? അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകരുത്. ഇത് വിശ്വസിക്കണമെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അബോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണത്. നശിച്ചു പോകുന്നവർക്ക് അത് ബോഷത്വമാണ് ക്രൂശിന്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് ബോഷത്വം എന്ന, രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അത് ദൈവശക്തിയാണ്. അത് ഓരോ ദിവസവും തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് ദൈവശക്തിയാൽ നിറയപ്പെട്ട് ദൈവത്തോട് കൂടെ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന ഒരു വലിയ ദൈവിക പദ്ധതിയിലേക്ക് നടത്തുന്നൊരു വലിയ ദൈവപ്രവൃത്തിയാണത്. അത് വിശ്വസിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ തുറക്കണം. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് പരിശുദ്ധാത്മാവിൽ അല്ലാതെ ആർക്കും പറയാൻ പറ്റത്തില്ല. ഏറിവങ്ക ആളുകൾ യേശുവെ കർത്താവേ എന്ന് കൈ ഉയർത്തി പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു ആരാണെന്ന് അറിയണം, എന്റെ പ്രശ്നം എന്താണെന്ന് അറിയണം, യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നറിയണം, എന്റെ ജീവിത യാത്ര എങ്ങോട്ടാ പോകുന്നത്, ഈ നിത്യനരകത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്ത യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഇനി കർത്താവെ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളൊരു സമർപ്പണം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഹൃദയത്തെ അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ആ വ്യക്തിയിലേക്ക് അയക്കത്തുള്ളൂ. അതല്ലെങ്കിൽ വരുവാൻ വേറെ ഒത്തിരി ആത്മാക്കളുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവെന്നൊക്കെ പറയുന്നത്. കേൾക്കുന്ന സുവിശേഷം സത്യസുവിശേഷം അല്ലെങ്കിൽ തേജസ്സിന്റെ സുവിശേഷം അല്ലെങ്കിൽ വരുന്നത് വേറൊരു ആത്മാവാണ്. എന്നാൽ നഷ്ടപ്പെട്ടു പോയ തേജസ്സും പദവിയും നിത്യജീവനും എല്ലാം നമുക്ക് തിരികെ നൽകുവാനായിട്ട് ഇനിയുള്ള ജീവിതം കർത്താവെ ഞാൻ നിനക്കായിട്ട് സമർപ്പിക്കുന്നു. നിന്റെ വചനപ്രകാരം നിന്റെ വഴിയിൽ പുത്രൻ ജീവിച്ചതുപോലെ അങ്ങയുടെ ആത്മാവിനനുസരിച്ച് ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഒരുവൻ ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ഇരുന്ന് അത് നടക്കുവോ എന്നൊന്ന് ചിന്തിച്ചിട്ട് വേണം. എന്നെ അനുഗമിക്കുവാൻ ഒരുവൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. യേശുവിന്റെ ക്രൂശല്ല, തന്റെ ക്രൂശെടുത്ത് എന്ന് പറഞ്ഞാൽ കർത്താവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒത്തിരി വിഷയങ്ങളുണ്ടാവും അവന്റെ ജീവിതത്തിൽ. എന്റെ ഇഷ്ടമല്ല കർത്താവ്, നിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മറ്റൊരു സുവിശേഷം നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഈ സുവിശേഷം കേൾക്കുമ്പോൾ കർത്താവെ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സിനെ തിരികെ നൽകണം. ഈ വിരൂപമായിരിക്കുന്ന എൻ്റെ ഈ ജീവിതത്തെ മാറ്റി അങ്ങയുടെ സ്വരൂപത്തോടെ എന്നെ അനുരൂപമാക്കണമേ. അങ്ങ് ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിൽ അങ്ങയോട് കൂടെ അങ്ങയുടെ പുത്രിപുത്രന്മാരായി സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന തേജസ്സിന്റെ മക്കളായി എന്നെ ഒരുക്കണം കർത്താവെ. ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ഹൃദയപൂർവം നമ്മൾ പറയുമ്പോൾ അവിടെയാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുന്നത്. ഒരു കെട്ടുപോയ വിളക്ക് പ്രകാശിക്കുന്നത് പോലെയാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം അതുവരെ ഇരുട്ടിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. ഇപ്പോൾ വെളിച്ചമാകുന്ന തേജസ്സാകുന്ന കർത്താവ് അവന്റെയിലേക്ക് വരികയാണ്, ആത്മാവാകുന്ന ദൈവം. യേശു പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ ഇനി നടക്കത്തില്ല. വെളിച്ചം വരുമ്പോൾ ഇരുള് പോകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വെളിച്ചം, യേശു കർത്താവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിലുള്ള ഇരുട്ട് മാറിപ്പോകും. അവിടെയാണ് കണ്ണു തുറക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായി ഞാൻ ഏത് അവസ്ഥയിലായിരുന്നു.
ഇനി കർത്താവ് ആ വ്യക്തിയെ ഈ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി നടത്താൻ തുടങ്ങിയാണ്. ഇങ്ങനെ ഒരു വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തി, റോമലേഖനത്തിൽ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടോ എനിക്ക് ഇങ്ങനെ പറയാം, ഈ സുവിശേഷം പറഞ്ഞിട്ട് വേണം കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയാനുള്ള ഒരു ബന്ധത്തിൽ ഞാൻ അത് പറയുന്നത്. കാരണം കർത്താവ് രണ്ടാമത് വരുമെന്ന് പറഞ്ഞാൽ എന്തിനാ കർത്താവ് ആദ്യം വന്നതെന്ന് അറിയാതെ രണ്ടാമത് എന്തിനാ വരുന്നതെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ദൈവരാജ്യത്തിലും ദൈവിക പദ്ധതികൾക്കും കൃത്യമായിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ട്. ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ എല്ലാം തെറ്റിക്കിടക്കുന്നത് ദൈവരാജ്യത്തിന്റെ പദ്ധതികൾക്ക് മാത്രമാണ്. എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ. വ്യക്തമായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാ കാര്യങ്ങളും അടക്കി വെച്ചിട്ടുണ്ട്. അതില് അത് കൃത്യതയോടുകൂടി ഗ്രഹിച്ച് മനസ്സിലാക്കി വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൃപയിൽ ആശ്രയിച്ച് വചനം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് കർത്താവിനോട് ചേർന്ന് ഓരോ ദിവസവും ഈ ജീവിതയാത്ര മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കേട്ടോ, അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? സ്വീകരിക്കുകയാണ്. എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുകയാണ് യേശുവിനെ. കാരണം ദൈവം ഒരു കൈപ്പടിയായ ആലയങ്ങളെ അല്ല വസിക്കുന്നത് പ്രിയമുള്ളവരെ. ഇന്ന് പലരും ചിന്തിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആലയത്തിലാണ് ദൈവം വസിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം കൈപ്പണിയായ ആലയങ്ങളല്ല വസിക്കുന്നത്. എന്തെങ്കിലും ഒരു മന്ദിരം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വലിയൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടോ കുറെ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒത്തിരി വലിയ സംഭവങ്ങൾ പണിതിട്ടോ സ്വർണം പൂശിയിട്ടൊന്നും അവിടെ ദൈവത്തെ നമുക്ക് ഇരുത്താൻ പറ്റത്തില്ല. പഴയ ഉടമ്പടി പുസ്തകത്തിൽ ഒരു സമാഗമന കൂടാരം പിന്നെ ഒരു ജെറുസലേം ദേവാലയം ഒക്കെ ദൈവം ഉണ്ടാക്കി തന്നതിന്റെ അർത്ഥമെന്ന് പറയുന്നത് നിന്റെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഞാൻ നിന്നിൽ വസിച്ചുകൊണ്ട് നിന്നെ തേജസ്സുള്ള ആലയമാക്കി തേജസ്സുള്ള കർത്താവിന്റെ സന്നിധിയിലേക്ക് നിന്നെ കൊണ്ടുപോകണം. നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുപോകണം. ആ തേജസ്സുള്ള കർത്താവിനോടുകൂടെ തേജസ്സിൽ വസിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറണം എന്നുള്ള ദൈവിക പദ്ധതിയെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ദൈവം അത് ഓരോരോ കാര്യങ്ങളായിട്ട് എബ്രായ ലേഖനത്തിൽ പറയാം. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതിന്റെ ഓരോരോ കാര്യങ്ങളാണത്. നമ്മളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. ഈ മന്ദിരത്തിൽ കർത്താവ് വസിക്കണമെങ്കിൽ അവനെ കൈക്കൊള്ളണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിനായിട്ട് സമർപ്പിക്കണം. അങ്ങനെ കൈക്കൊള്ളുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തിയിലേക്ക് വരും. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു വാക്യമാണ് പ്രോവർബ്സ് സദൃശവാക്യം 20:27. മനുഷ്യരുടെ ആത്മാവ് യഹോവയുടെ ദീപമാണ്. കേട്ടോ, ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ ഹവ്വ ആ ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. സംഭവിച്ചത് ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ വെളിച്ചം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ വിളക്ക് കത്തിക്കാൻ ഇനി ഒരു കർമ്മമാർഗങ്ങൾ കൊണ്ടും പറ്റത്തില്ല. അവിടെയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അത് സങ്കീർത്തനക്കാരൻ അത് ഏറ്റവും നന്നായി പറയുന്നത് 18:28 പറയണം, ഞാൻ അവരുടെ ദീപത്തെ കത്തിക്കും, ഒരു വിളക്ക് കത്തുന്നത് പോലെ. യഹോവേ, നീ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഒരു വ്യക്തി ദൈവസന്നിധിയിൽ തന്നെത്താൻ സമർപ്പിക്കുമ്പോൾ, സറണ്ടർ ചെയ്യുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ദീപം നമ്മളുടെ ആത്മാവിലേക്ക് വന്ന് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത്, കെടാത്തതും നിലനിൽക്കുന്ന ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടാത്തതും നിലനിൽക്കുന്ന ദൈവവചനത്താൽ. തുടർന്ന് റോമാലേഖനത്തിലേക്ക് പോകുമ്പോൾ അവിടെ പറയുന്നുണ്ട്, റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം, ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇവിടെ പറയണം കേട്ടോ, 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, യേശുവിനെ കർത്താവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അല്ലാതെ ആർക്കും പറയാൻ സാധിക്കത്തില്ലെന്ന് വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിനർത്ഥം ഈ പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടി പോയി പൂർണ്ണമായിട്ടൊരു സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ യേശുവെ നീ എന്റെ കർത്താവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കേട്ടോ, യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ടേറ്റു പറഞ്ഞതിനർത്ഥം ഇനി എന്നിൽ കർത്തൃത്വം നടത്തുന്നത് ദൈവമേ അങ്ങാണ്. ഇതുവരെ ഞാൻ എന്റെ ഇഷ്ടങ്ങളിൽ നടന്നു, എനിക്ക് ബോധിച്ച പോലെ നടന്നു.
അതുകൊണ്ടാണ് പഴയ ഉടമ്പടി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അന്ന് അവിടെ വചനമില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് നടന്നു. എന്നാൽ ഇവിടെ പറയാണ്, കർത്താവ് ഇനി നീയാണ് എന്റെ കർത്താവ്. ഇതുവരെ ഞാൻ എന്റേതായ ഇഷ്ടങ്ങളിൽ നടന്നു, പാപത്തിൽ നടന്നു, ലോകത്തിന്റെ മോഹങ്ങളിൽ നടന്നു. എന്നാൽ കർത്താവെ, ഞാൻ എന്നെ തന്നെ അങ്ങേക്കായിട്ട് സമർപ്പിക്കുക കർത്താവെ. കേട്ടോ, യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുക. അടുത്തത്, ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷപ്പെടുകയല്ല, രക്ഷിക്കപ്പെടും. ഇതൊരു തേർഡ് പാർട്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ കിടക്കുന്നത് നാശകരമായ കുഴിയിലാണ്, കുഴഞ്ഞ ചേറ്റിലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് ചേറ്റിൽ കിടക്കുന്ന, ചേറിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വയമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാൻ പറ്റത്തില്ല. നമ്മൾ പറയും നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്ന നമ്മളെ, പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന നമ്മളെ കർത്താവ് കരം പിടിച്ച് നമ്മളെ കയറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നുണ്ടോ, യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയത്തിൽ നടക്കുന്ന കാര്യമാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണത്തോടുകൂടെ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ചെങ്കിൽ നടക്കുന്ന ഒരു കാര്യമാണിത്. ഇങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് വീണ്ടും ജനനം ഉണ്ടാകുന്നത്. ഇങ്ങനെ വീണ്ടും ജനിക്കുന്ന വ്യക്തികളുടെ പേരാണ് വെളിപ്പാട് പുസ്തകം 20:15 പറയുന്നത്, ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതുന്ന. സ്വർഗത്തിലിരിക്കുന്ന പുസ്തകമാണ്. ഒരു വ്യക്തി വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നത് സ്വർഗത്തിലെ ദൈവത്തിനാണ്. കാരണം ദൈവം പുറമേ ഉള്ളതിനെ നോക്കുന്നില്ല. ദൈവം ഹൃദയത്തെയും അന്തരിന്ദ്രിയത്തെയും ശോധന ചെയ്യുന്നു. അവനറിയാം ഹൃദയത്തെ. കർത്താവിന് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ചിന്തകളെ, ഉൾപ്പൂവുകളെ ദൂരെ നിന്ന് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ അന്തരംഗങ്ങളെ മെനഞ്ഞവനാണ് അവൻ. നമ്മുടെ ഹൃദയത്തെ മെനഞ്ഞവനാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ സകലവും നഗ്നവും മലർന്നവുമാണ്. ആ ദൈവത്തിന് അറിയാം നമ്മുടെ ഹൃദയത്തെ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല. പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണം. കർത്താവ്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നിട്ട് പറയാം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. രണ്ട് കാര്യം അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ കുറ്റബോധമുള്ള, പാപബോധമുള്ള, മരണം വസിക്കുന്ന, ഭീതിയുള്ള ആ എല്ലാ അവസ്ഥകളെയും മാറ്റിയിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ എന്റെ പാപത്തിന്റെ എല്ലാ കറകളെയും കഴുകി കളഞ്ഞിട്ട് ദൈവം എന്നെ നീതിമാനായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് എങ്ങനെ പറയുന്നത്, രക്താംബരം പോലെ ചൂപ്പായ നിന്റെ പാപങ്ങളെ ഞാൻ മഞ്ഞുപോലെ വെണ്മയാക്കി, ഞാൻ അതിനെ ആഴിയുടെ അഗാധതയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഞാനിനി അതിന് ഒരു നാളും ഓർക്കുന്നില്ല, ഞാൻ അതിനെ പിറകിലേക്ക് എറിഞ്ഞു കളഞ്ഞു. കാർമുകിലിനെ പോലെ ഞാനതിനെ മായ്ച്ചു കളഞ്ഞു. ഈ ബോധ്യം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇതുവരെ അവൻ ചെയ്ത പാപത്തിന്റെ, തെറ്റുകളുടെ, ഇതുവരെ ആർക്കും അറിയാത്തത്, മറഞ്ഞിരിക്കുന്നത്, ദണ്ണിപ്പിക്കുന്നത്, പലപ്പോഴും ഓർത്ത് സങ്കടപ്പെടുന്നത്, ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട് ഉള്ളില്. അതെല്ലാം അവന്റെ ഹൃദയത്തിൽ നിന്നും മാറി യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്തുവാ, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ നോക്കുമ്പോൾ ഒരു പാപമില്ലാത്തവനെ പോലെ എന്നെ കാണുന്നത്. ഇതാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം നമ്മളെ നീതീകരിക്കുക. ഒരു പാപമില്ലാത്തവനെ പോലെ കർത്താവ് നമ്മളെ കാണുകയാണ് ചെയ്യുന്നത്. റോമലേഖനം പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. സമാധാനങ്ങൾ നീങ്ങിപ്പോകുന്നു, ഭയം നീങ്ങിപ്പോകുന്നു, കുറ്റബോധങ്ങൾ മാറിപ്പോകുന്നു, നിരാശകൾ മാറിപ്പോകുന്നു. ഇതുമൂലമുണ്ടായ രോഗങ്ങൾ, പീഡകൾ, ദണ്ണിപ്പിക്കുന്ന അശുദ്ധാത്മ ശക്തികൾ അതെല്ലാം വിട്ടുമാറിയിട്ട് ഞാനും ദൈവമായിട്ടുള്ള സമാധാന ബന്ധത്തിലാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ നീതി, ദൈവനീതിയുടെ ബോധ്യം എന്നൊക്കെ പറയുന്നത്. കാരണം ഈ ഒരു ബോധ്യമാണ് അവനെ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യേശുവിനോട് ചേർന്ന് നടന്ന് ആ യേശുവിന്റെ അതേ സ്വരൂപത്തോട് അനുരൂപമായി തീർപ്പാനായിട്ട് അവനെ സഹായിക്കുന്നത്. കുറ്റബോധവും നിരാശയും ഭയവും മരണഭയവും അല്ലെങ്കിൽ പണ്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുടെ ഓർമ്മകളൊക്കെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവനെ ഭരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവന് മുരടിച്ചു പോകും. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണത്, പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ദൈവവചനം പറയുന്നത്, ദൈവം മുൻകഴിഞ്ഞ പാപങ്ങളെ തന്റെ പൊറുമയിൽ ശിക്ഷിക്കാതെ വിട്ടു. കാരണം ആ പാപത്തെ മുഴുവൻ പുത്രന്റെ മേൽ ചുമത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ
ചിലപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകളെ ഒന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുമോ? ഈ നാറുന്ന പാപങ്ങളെല്ലാം ദൈവം പുത്രന്റെ മേൽ ചുമത്തി, അഥവാ പുത്രൻ അത് സ്വയമായി ഏറ്റെടുത്തു. ദൈവജനം പറയുന്ന പാപത്തിന്റെ ശിക്ഷ മരണമാണ്. ദൈവം തന്റെ പുത്രനെ തകർത്ത് കളഞ്ഞു എന്ന വചനം പറയുന്നു. തകർത്ത് കളഞ്ഞു. പാപത്തെ കണ്ടുകൂടാത്ത നിർമ്മല ദൃഷ്ടിയുള്ള ദൈവമാണ്. എന്നാൽ ഇന്ന് മാനവരാശി എന്നൊക്കെ പറയുന്നതിനേക്കാൾ എന്റെ പാപമാണ് യേശുവിന്റെ മേൽ ചുമത്തിയത്, എനിക്ക് പകരമാണ് യേശു മരിച്ചത്, എന്റെ പാപത്തിന്റെ ശിക്ഷയാണ് യേശു ഏറ്റെടുത്തത്. എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് യേശു കാൽവരി ക്രൂശിൽ പെടഞ്ഞു മരിച്ചു. ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു ശിക്ഷയാണ് ദൈവം പുത്രന് നൽകിയത്. അങ്ങനെ ഒരു ശിക്ഷയൊന്നും ഈ ലോകത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഗവൺമെന്റിനെ കൊണ്ടുവന്ന്, റോമ ഭരണകൂടത്തെ കൊണ്ടുവന്ന്, അതിന്റെ കീഴിൽ ഒരു ക്രൂശ് മരണത്തെ കൊണ്ടുവന്ന്, ആ ക്രൂശ് മരണത്തിന്റെ കീഴിലേക്ക് പുത്രനെ നടത്തിയ പിതാവ്. ഒരു എന്തിനാ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷ പുത്രന് കൊടുത്തത്? തിരിച്ചറിയണം, പാപം നമ്മൾ ചിന്തിക്കുന്ന പോലെ നിസ്സാര കാര്യമല്ല. പാപത്തോട് കളിക്കാൻ പോകരുത്. പാപത്തോട് പോരാടേണ്ടതിന് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്ന് എബ്രായ ലേഖനം പറയുന്നത്. പാപം നമ്മെ ദൈവത്തിൽ തമ്മിൽ അകറ്റിയെങ്കിൽ, ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചെങ്കിൽ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരം മരിച്ചതാ. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് നിലവിളിച്ചത് എന്റെ നിലവിളിയാണ്. ഈ നിലവിളിയെ മനസ്സിലാക്കിയ ഒരു വ്യക്തി ഇനി ഒരിക്കലും പാപത്തിൽ രസിക്കാൻ പോകത്തില്ല. അങ്ങനെ തിരിച്ചറിവുള്ള വ്യക്തികൾക്ക് മാത്രമേ വിശുദ്ധിയിൽ വളരാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഈ പറയുന്നത് ഒന്നും മനസ്സിലാവത്തില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ വിശുദ്ധിയിൽ വളരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മേലാണ് ദൈവം തന്റെ ധാരാളമായി കൃപ പകരുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് അവൻ ആത്മാവിനെ അളവ് കൂടാതെ പകരുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് തന്റെ ധാരാളമായിട്ടുള്ള അഭിഷേകത്തെ പകരുന്നത്. അവരുടെ ഹൃദയത്തിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, പുത്രൻ കാണിച്ചെന്ന മാതൃകയിൽ നടക്കണം. പുത്രൻ പ്രസാദിപ്പിച്ച പോലെ പിതാവിനെ പ്രസാദിപ്പിക്കണം. പുത്രൻ കാണിച്ചെന്ന ആ മാതൃകയിൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, അത് ദൈവവചനത്തിൽ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നമ്മുടെ കുറ്റബോധത്തെ എല്ലാം എടുത്തു മറിയടോ. ഇവിടെ പറയാണ്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും, അടുത്തത് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നു. വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ അത് റെക്കോർഡിക്കലാണത്. സ്വർഗം അത് കാണുകയാണ്. യേശു നീയാണ് എന്റെ കർത്താവെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം ശിക്ഷിക്കാതെ വിട്ടു. പക്ഷെ ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവനെ ഹൃദയത്തിൽ സ്വീകരിച്ചൊരു വീണ്ടും ജനനമുണ്ടായി. അടുത്ത വാക്യം പറയുന്നത്, ഈ വീണ്ടും ജനനമുണ്ടായ ഒരു വ്യക്തി എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടണം. ഈ തിരിച്ചറിവുണ്ടായി വീണ്ടും ജനനം ഉണ്ടായതിനു ശേഷമാണ് സ്നാനപ്പെടേണ്ടത്. അതല്ലാതെ സ്നാനപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, ഒന്നും സംഭവിക്കുന്നില്ല അവിടെ. വെറുതെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങാന്നുള്ളതല്ലാതെ ഒന്നും നടക്കുന്നില്ല അവിടെ. ഈ തിരിച്ചറിവുണ്ടായ ഒരു വ്യക്തി പറയുകയാണ്, യേശുവേ എനിക്ക് നിന്നോട് ചേരണം. ഏതെങ്കിലും ഒരു കൂട്ടത്തോട് ചേരാൻ വേണ്ടിയിട്ടല്ല സ്നാനം. റോമലേഖനം 6-ാം അധ്യായത്തിൽ പറയാണ് അവനോട് ചേരുവാൻ. റോമലേഖനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശുവേ അങ്ങ് മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാനത് വിശ്വസിക്കുന്ന കർത്താവേ. അങ്ങ് അടക്കപ്പെട്ടത് എന്റെ അടക്കമാണ്. പാപത്തിന് ഞാൻ മരിക്കേണ്ട എന്റെ മരണത്തെ ഏറ്റെടുത്ത് അങ്ങ് മരിച്ചതാണ്, അങ്ങ് അടക്കപ്പെട്ടതാണ്. ഞാൻ അങ്ങയോടുകൂടെ അടക്കപ്പെടുന്നു. ആ അടക്കപ്പെട്ട യേശുവിനെ 3-ാം ദിവസം സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തിൽ ഇനി മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. ഇനി ദ്രവത്വത്തിലല്ല, ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുവിക്കുന്ന തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമാണ് യേശുവിന് കൊടുത്തത്. അതാണ് പറയുന്നത് കേട്ടോ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ തിരിച്ചറിയേണ്ടതാണ്, ആ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ എന്റെ മേലുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും, പിശാചിനുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും, ഇരുട്ടിന്റെ എന്റെ മേലുണ്ടായിരുന്ന അവകാശങ്ങളെല്ലാം തീരുകയാണ്. എന്റെ പഴയ മനുഷ്യൻ മരിച്ചു, ഞാൻ അവനോട് കൂടെ അടക്കപ്പെട്ടു. വെള്ളത്തിലേക്ക് ഞാൻ മുങ്ങുമ്പോൾ എന്റെ പഴയ മനുഷ്യന്റെ അടക്കമാണ് അവിടെ കാണിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് ഞാൻ പൊങ്ങി വരുമ്പോൾ ഞാനൊരു പുതിയ വ്യക്തിയായിട്ടാണ് മാറുന്നത്. നിങ്ങൾ പുറത്തു നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, പക്ഷേ
വചനം പറയുന്നു, അന്ധകാരത്തിൽ നിന്നും നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിടുവിച്ചു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. ഒരു അധികാര കൈമാറ്റം അവിടെ നടക്കുന്നത്. ഇങ്ങനെ അധികാര കൈമാറ്റം നടക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവം എല്ലാ പ്രൊട്ടക്ഷനും നൽകുന്നത്. ദൈവവചനം പറയുന്ന എബ്രായ ലേഖനത്തിൽ, രക്ഷ പ്രാപിക്കുന്നവരുടെ സേവകാത്മാക്കളായ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യവും കാവലും നൽകുന്നത് ഇങ്ങനെ യേശുവിനോട് ചേരുന്നവർക്കാണ്. ദൈവവചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം അവനോടുകൂടെ എന്നേക്കും അവനോടുകൂടെ ഇരിക്കുകയാണ്. പുത്രനെ മഹത്വപ്പെടുത്തുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നടത്തുന്നു. ഇതുവരെ മനസ്സിലാകാതിരുന്ന ദൈവവചനത്തെ, തിരുവെഴുത്തുകൾ തിരിച്ചറിയുവാൻ നമ്മുടെ ബുദ്ധിയെ ദൈവം തുറക്കുന്നു. മാത്രമല്ല, നമ്മുടെ പൗരത്വം മാറി, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ അത്രയാകുന്നു. മാത്രമല്ല, നമ്മൾ ഇരുത്തിയിരിക്കുന്ന എവിടെ? നമ്മളെ പിതാവ് ഇരിക്കുന്നിടത്ത്, പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ ഇരുത്തിയിരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തിയിരിക്കുന്നു. നമ്മളെ ദൈവം നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചു. ദൈവം നമ്മളെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചു. യോഹന്നാൻ ലേഖനം എടുത്ത് പറയാ, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കേട്ടോ, നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വീണ്ടും ജന്മം പ്രാപിച്ച യേശുക്രിസ്തുവോട് ചേരുവാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിയാണ് ദൈവം ചെയ്യുന്ന സഭയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തു. കർത്താവ്, കാരണം കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം സഭയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ പാട്ടുപാടി നമ്മൾ എന്തെങ്കിലും സ്വതന്ത്ര കാഴ്ച എടുത്ത് പോകാനല്ല. ഈ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ അവന്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്റെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാ? ആ പിതാവിന്റെ ഹൃദയത്തിൽ ആഗ്രഹം മനസ്സിലാക്കി അതിനൊത്തവണ്ണം ഈ വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ ദൈവ പൈതലിനെയും വചനമെന്ന മായമില്ലാത്ത പാൽ കൊടുത്ത്, കട്ടിയായുള്ള ആഹാരം കൊടുത്ത് അവരെ വളർത്തി 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 കൊണ്ടുവരണം. മനസ്സിലായോ? ഇങ്ങനെ വരുന്ന ഓരോ വ്യക്തികൾ ആ ദൈവവചനത്തിന് അനുസരണത്തിൽ കൂടി വളർന്നു വരുമ്പോൾ അവരിൽ ആ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം നിറയാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, ചിന്താഗതികൾ മാറുന്നു, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു. ഇതുവരെ ഈ ലോകത്തുള്ളതാണ് ചിന്തിച്ചിരുന്നെങ്കിൽ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്ത് പഠിക്കണം. ഈ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ധാരാളമായി നൽകുന്നവനെ കർത്താവ്. ദൈവരാജ്യത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമായതെല്ലാം അവൻ ചോദിക്കുന്നതിന് മുമ്പേ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ക്ഷാമകാലത്തും ആ കർത്താവ് ക്ഷേമമായി പോറ്റും. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വലഞ്ഞാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കും. മുന്നേ അവരുടെ രാജ്യവും നീതി അന്വേഷിക്കുന്നതോടുകൂടെ നിനക്ക് ആവശ്യമായതെല്ലാം നൽകി തരാമെന്നുള്ളത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റവും സംഭവിക്കത്തില്ല. ഞാൻ പിൻപറ്റുന്നത് കർത്താവിനെ ആയിരിക്കണം, ഞാൻ പിൻപറ്റുന്നത് യേശുവിനെ ആയിരിക്കണം, ഞാൻ പിൻപറ്റുന്നത് വചനത്തെ ആയിരിക്കണം, ഞാൻ നടക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിലായിരിക്കണം. ഒരു കുറവും വരത്തില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്നാൽ ഈ ഒരു തലത്തിലേക്ക് നമ്മൾ നടത്തുന്ന കാലയളവിൽ ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ വചനം പറയുന്നു, അനേകം കഷ്ടങ്ങളിൽ കൂടി നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ്. ഇതിനാണ് നമുക്ക് നല്ലൊരു മെന്ററിങ് വേണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നത്? ദൈവം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ശുശ്രൂഷകന്മാർ വേണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, അവർ എന്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാർ. അതിനു വേണ്ടിയിട്ടാണ് അപ്പസ്തോലന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാരെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. അങ്ങനെ മനസ്സുള്ള വ്യക്തികൾക്ക് മാത്രമേ ഓരോ വ്യക്തികളെ അതേ അളവിലേക്ക് പണിതെടുത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന വ്യക്തികൾ സഭയോട് ചേർന്നു. അവരെന്ത് ചെയ്തു? അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. എന്ത് ചെയ്തു? അപ്പം നുറുക്കി. ഓരോ കൂട്ടായ്മയിലും അപ്പം നുറുക്കണം. ഇതിന് അപ്പം നുറുക്കുന്നത് യേശു കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതിന്റെ അനുസ്മരണം നമ്മളത് ഓർക്കണം. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണം. എന്തിനു വേണ്ടിയാ? കാരണം ഇപ്പോഴും ഈ ദുഷ്ടലോകത്ത് തന്നെ നമ്മൾ ആയിരിക്കുന്നത്. ഈ ലോകത്ത് ആ പിശാച് പലവിധമായ വശീകരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിലൊന്നും പെട്ടുപോകാതെ ഞാൻ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ്. ആ കർത്താവ് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട് എനിക്ക് എനിക്ക് തന്നിരിക്കുന്ന ആ നിത്യ തേജസ്, ആ നിത്യഭവനം, അതിന്റെ യാത്രയിലാണ് ഞാൻ. ഈ ഒരു ബോധ്യം, ഇനി പാപത്തിൽ രസിക്കാനല്ല ഞാൻ പോകുന്നുള്ള ഒരു ഉത്തമ ബോധ്യം എന്റെ ഉള്ളിൽ ഉണ്ടാകുകയാണ് ചെയ്തത്. കർത്തൃമേശയിൽ അവന്റെ ആ അപ്പം നുറുക്കുമ്പോൾ ഒരൊറ്റ അപ്പം നുറുക്കാൻ പോലും, അല്ലാതെ കുറെ ഭംഗിയുള്ള പീസ് സ്പോഞ്ച് കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെക്കുന്ന പോലെ കട്ട് ചെയ്ത് വെക്കാനുള്ളതല്ല. ഒരൊറ്റ
ഒരൊറ്റ അപ്പം, ഒരൊറ്റ പാനപാത്രം, അത് യേശു കർത്താവിനെയാണ് കാണിക്കുന്നത്. ആ ഒരൊറ്റ അപ്പത്തിന്റെ അംശികളാണ് അവിടെയുള്ളവരെല്ലാവരും. ഒരൊറ്റ പാനപാത്രം എന്ന് പറഞ്ഞാൽ ആ യേശുവിന്റെ കാൽവരി ക്രൂശിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ആ സഭയിലുള്ളവർ. ആ പാനപാത്രത്തിൽ നിന്നും മറ്റു പാനപാത്രത്തിലേക്ക് അല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നാൽ അപ്പം ഒന്നേ പാടുള്ളൂ, ഒരൊറ്റ പാനപാത്രമേ പാടുള്ളൂ. ഇത് എല്ലാ കൂട്ടായ്മകളിലും, കൂട്ടായ്മ കൂടി വരുമ്പോഴെല്ലാം ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കണം. കാരണം അത് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. അതിൻ്റെതായ സീരിയസ്നെസ്സിലാണ് നമ്മൾ കാണേണ്ടത്. ആള് കൂടുന്നതോ കുറയുന്നതോ ഒന്നും അല്ല അവിടെ വിഷയം. കർത്താവ് എന്ത് ചെയ്തോ അത് ഓർത്ത്, അതിനെ മനസ്സിലാക്കി, അതിനെ ധ്യാനിച്ച് ആ കർത്താവ് ആ ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിന്റെ പ്രകാശനത്തിൽ ശിഷ്ടജീവിതം ജീവിക്കണം. കാരണം ഈ കൂട്ടായ്മ കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ ലോകത്തേക്കാണ് ഇറങ്ങുന്നത്. ആ ലോകത്താൽ പിടിക്കപ്പെടാതിരിക്കുവാൻ എന്റെ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതമാണ് നാം ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ അപ്പം നുറുക്കി പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. അങ്ങനെ അവർ ഓരോരോ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി സ്വസ്ഥതയും സമാധാനവും സന്തോഷമുള്ള വ്യക്തി ജീവിതമായി, കുടുംബജീവിതമായി അവർ ആ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടും. ആരെ ചേർക്കാൻ? ഇങ്ങനെ ദൈവവചനം അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായവരെ ചേർപ്പാൻ, വിശുദ്ധിയെ തികച്ചവരെ ചേർപ്പാൻ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായവരെ ചേർപ്പാൻ, ക്രിസ്തുവെന്ന തലയോളം ആയവരെ ചേർപ്പാൻ. അങ്ങനെ ഒരു ചെറിയൊരു കൂട്ടമുണ്ട് പ്രിയമുള്ളവരെ. ആ കൂട്ടമാണ് നാം ഓരോരുത്തരും, അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിലാണ് നാം ഓരോരുത്തരായിരിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തെ ചേർപ്പാൻ എത്രയും വേഗം കർത്താവ് വരും. എന്നെ കേട്ട നിങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം സമർപ്പിച്ചുകൊണ്ട്, ഞാൻ ഈ പറഞ്ഞ വചനം കേട്ട് ഈ പറയുന്ന ഒരു അനുഭവത്തിൽ ഒരു വീണ്ടും ജനനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കാം. ഞാൻ പറയുന്ന പ്രാർത്ഥന ഹൃദയപൂർവ്വം നിങ്ങൾ ചെല്ലുമ്പോൾ സ്വർഗം നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകും. അത് നിങ്ങളെ ആള് മാറിയവനെ പോലെ മാറ്റും. കർത്താവിനോട് ചേരുവാനായിട്ട് സ്നാനപ്പെടുവാൻ കർത്താവ് നിങ്ങൾക്ക് വഴികളെ തുറക്കും. നിങ്ങളെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് ദൈവം നയിക്കും. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഇടയനെ ദൈവം നൽകും. സ്വർഗീയ പിതാവേ, ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നു പോയിട്ടുള്ള എല്ലാ അകൃത്യങ്ങളും, എല്ലാ ലംഘനങ്ങളും, എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. യേശുവേ, അങ്ങ് ദൈവമാണെന്നോ, അങ്ങ് കാൽവരി ക്രൂശിൽ എന്റെ പാപങ്ങളെ ചുമന്ന് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരം ക്രൂശിൽ തൂങ്ങപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ സന്നിധി എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നുവെന്ന് എന്റെ ഹൃദയത്തിൽ ദൈവനീതിക്കായി ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിലേക്ക് വന്ന എന്റെ ആത്മാവിനെ ജീവിപ്പിക്കണമേ. എന്റെ ഉള്ളിലുള്ള എല്ലാ നിരാശയും, എല്ലാ ഭയവും, എല്ലാ കുറ്റബോധവും എടുത്തു മാറ്റി ദൈവനീതിയുടെ ബോധ്യത്താൽ എന്നെ നിറയ്ക്കണമേ. ഇനിയുള്ള എന്റെ ശിഷ്ട ജീവിതത്തിൽ യേശുവേ, അങ്ങാണ് എന്റെ കർത്താവെന്ന് എന്റെ രക്ഷയ്ക്കായി എന്റെ വായ് കൊണ്ട് ഏറ്റുപറയുന്നു. യേശുവേ, അങ്ങയുടെ കാൽവരി ക്രൂശിലെ പുണ്യാഹ രക്തത്താൽ എന്നെ പരിപൂർണമായും ശുദ്ധീകരിക്കണമേ. തിരുവെഴുത്തുകൾ തിരിച്ചറിയേണ്ടതിന് എന്റെ ബുദ്ധിയെ തുറക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. God bless you all.